ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതം യൂണിറ്റ് 3 ആയിരം ആയിരം. 1000 വരേക്കുള്ള സംഖ്യകളെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 1000നെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ നിങ്ങൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം കായികമേള. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ്റ്റ് നമ്പർ വാങ്ങേണ്ടതാണ്. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാവുക. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ചെസ്റ്റ് നമ്പർ വാങ്ങിക്കുക. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാവുക. ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ്റ്റ് നമ്പറുകൾ എഴുതുക. അപ്പോൾ 986 മുതൽക്ക് എഴുതണം. 990 ഒരു കള്ളിയിൽ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് എഴുതി നോക്കാം. തുടർച്ചയായ സംഖ്യകൾ 956, 987, 988, 989, 990. പിന്നെ അടുത്ത ലൈനിൽ 991, 992, 993, 994, 995. അടുത്ത ലൈനിൽ 996, 997, 998, 999. 999 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 1000. അപ്പോൾ ഇതാ ഒരാൾ ഓടി വരുന്നു. ഞാനുമുണ്ടേ, നീ 1001 ലോങ് ജമ്പിൽ നിൻ്റെ പേരില്ല. 1000 ഒന്നും ചേർന്നതാണ് 1001 അല്ലേ? 1000ൽ കൂടി 1 ചേർന്നതാണ് 1001. 1001 എന്ന് എഴുതിയത് നോക്കൂ. 1000ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രം മാറി അല്ലേ? 1000ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാറ്റി 0 മാറ്റി അവിടെ 1 വന്നു അല്ലേ? ഓ, ചെസ് നമ്പറൊക്കെ താഴെ വീണല്ലോ, ക്രമത്തിലാക്കി തരുമോ? അപ്പോൾ നമ്മൾ 1002 മുതൽ 1012 വരെയുള്ള ചെസ് നമ്പറുകൾ ക്രമത്തിലാക്കി ഇവിടെ എഴുതണം. 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009, പിന്നെ 1010. അപ്പോൾ 2 സ്ഥാനങ്ങൾ അവിടെ വ്യത്യാസം വന്നത് കണ്ടില്ലേ? 1010, 1011, 1012. ഇതുപോലെ നിങ്ങളും ചെസ് നമ്പറുകൾ ക്രമത്തിലാക്കുക. അടുത്ത അനൗൺസ്മെൻ്റ് എന്ന പ്രവർത്തനം നോക്കാം. മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് പട്ടികയിൽ. അനൗൺസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടനാനയെ സഹായിക്കാമോ? ഒഴിഞ്ഞ കളങ്ങളിൽ അക്ഷരത്തിലാണ് ആ സംഖ്യ എഴുതിയിട്ടുള്ളത് അല്ലേ? 879 എഴുതിയത് നോക്കൂ. 879. അടുത്ത സംഖ്യ, അടുത്ത ചെസ് നമ്പർ 904. 904 എന്ന് നമ്മൾ അക്ഷരത്തിൽ എഴുതി. അടുത്ത ചെസ് നമ്പർ 918. അടുത്തത് 906, 809, 749. ഇതുപോലെ അക്ഷരത്തിൽ എഴുതി ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കി അനൗൺസ്മെൻറ്റ് നടത്തുക. ATM സമ്മാനം സ്പോൺസർ ചെയ്തത് ടിറ്റു തത്തയാണ്. സമ്മാനങ്ങൾക്ക് 760 രൂപയായി. പണമെടുക്കാൻ ATMൽ പോയി. കാട്ടിലെ ATMൽ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാകും? എത്ര വീതം? ഇപ്പം ഞാൻ കണക്കാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് നമുക്ക് എഴുതാം. 760 രൂപയാണ് അല്ലേ? 760 എന്ന് പറഞ്ഞാൽ എന്താണ്? 700ഉം 60ഉം 760. അപ്പോൾ നമുക്ക് 100 രൂപ നോട്ടുകൾ 7 എണ്ണം എടുക്കാം. അപ്പോൾ 100 ഗുണിക്കണം 7, 700 എത്രയാണ്? 700. ഇനി 60 രൂപയ്ക്ക് നമുക്ക് 10ൻ്റെ നോട്ടുകൾ എടുത്താലോ? 6 10 രൂപ നോട്ടുകളും എടുത്താൽ 760 രൂപയായി അല്ലേ? 100ൻ്റെ 6 നോട്ടുകൾ എടുക്കാം. 100ൻ്റെ 6 നോട്ടുകൾ, 6 100 600 അല്ലേ? അപ്പോൾ 600 രൂപയായി. ഇനി ഒരു 160 രൂപയും കൂടി വേണം. കാരണം 700 പിന്നെ ഒരു 60, അപ്പോൾ ഒരു 100ഉം ഒരു 60ഉം കൂടി വേണം. അപ്പോൾ നമുക്ക് അതിന് 10ൻ്റെ നോട്ടുകൾ എടുത്താലോ? 100 രൂപയ്ക്ക് എത്ര 10 രൂപയാണ്? 100ന് 10 10. ഇപ്പോൾ 10 10 എടുത്തു. പിന്നെ 60 രൂപയ്ക്കും 10കൾ എടുക്കാം, 6 10കൾ. അപ്പോൾ ആകെ എത്ര 10കളായി?
16 പത്തുകൾ. അപ്പോൾ 100-ൻ്റെ 6 നോട്ടുകളും 10-ൻ്റെ 16 നോട്ടുകളും എടുക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പണം ശേഖരിക്കാം എന്ന പ്രവർത്തനം നോക്കൂ. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ. ഓരോരുത്തർക്കും കിട്ടിയ തുക 100 രൂപ നോട്ടുകൾ 9 എണ്ണം കിട്ടി. 10 രൂപ നോട്ടുകൾ 8 എണ്ണം കിട്ടി. 1 രൂപ നാണയങ്ങൾ 3 എണ്ണം. ആകെ തുക 983. ഇവിടെ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും എല്ലാത്തിലും ഉള്ളത് കൊണ്ട് നമുക്ക് 983 എന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റി. അടുത്തത് നോക്കൂ. 100-ൻ്റെ 7 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്, അതായത് 700 അല്ലേ. പിന്നെ 10-ൻ്റെ 14 നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 10-ൻ്റെ 14 നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 10-ൻ്റെ 10 നോട്ടുകളായാൽ 100 രൂപയായി അല്ലേ. പിന്നെ ഒരു 4 10 രൂപയും കൂടിയായാൽ 40, 140. അപ്പോൾ 700-ഉം 140-ഉം 700-ഉം 140-ഉം എത്രയാണ്? 840. 840. അടുത്തത് നോക്കാം. 785 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നോട്ടുകളായിരിക്കാം? നമുക്ക് 100 രൂപ നോട്ടുകൾ 7 എണ്ണം എടുക്കാം. 100 രൂപ നോട്ടുകൾ 7 എണ്ണം, 10 രൂപ നോട്ടുകൾ 8 എണ്ണം, 1 രൂപ നാണയങ്ങൾ 5 എണ്ണം. അടുത്തത് 10-ൻ്റെ 10 നോട്ടുകളാണെന്ന് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ 1 രൂപയും 100 രൂപയും എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ 10-ൻ്റെ 10 നോട്ടുകൾ കൂടിയാൽ എത്രയായി? ഒരു 100 രൂപയായി അല്ലേ. 909 ഇവിടെ സംഖ്യ. അപ്പോൾ 900 എന്ന് പറഞ്ഞാൽ 9 100 അതിൽ ഒരു 100 10 രൂപയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി 8 100 വേണം. അപ്പോൾ നമുക്ക് 8 100 രൂപ നോട്ടുകൾ എന്നിവിടെ കൊടുക്കാം. പിന്നെ 10 10 രൂപ നോട്ടുകൾ, പിന്നെ ഒരു 9 കൂടി ഉണ്ട് അല്ലേ. 9 1 രൂപ നാണയങ്ങൾ. അങ്ങനെ നമുക്ക് കൊടുക്കാം. ചക്കിപ്പരുന്ത് ശേഖരിച്ച തുക 785 അല്ലേ. ഈ തുക എങ്ങനെയൊക്കെയാകാം എന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ. അപ്പം നമ്മളിവിടെ 700-ഉം 80-ഉം 5-ഉം അങ്ങനെയാണ് ആലോചിച്ചത്. 700 രൂപ, 8 10 രൂപ, 5 1 രൂപ നാണയങ്ങൾ. ഇനി ഇവിടെ ഓരോരുത്തരും ആലോചിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ 700-കൾ എത്ര പത്തുകളാണ്? 8 പത്തുകൾ. പിന്നെ 5 1-കൾ അവിടെ തന്നിട്ടുമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ അടിയിൽ നോക്കൂ. 700-കൾ ഡാഷ് 1-കൾ. 700-നെ അവിടെ 100 രൂപയാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. 700-കളുണ്ട്. പിന്നെ എത്ര 1-കളും കൂടി വേണം? 785 85 1-കൾ. അതിൻ്റെ താഴെ നോക്കൂ. 700 കൂട്ടണം ഡാഷ് കൂട്ടണം 5. 700 കൂട്ടണം പിന്നെ എന്താണ്? 80 കൂട്ടണം 5. അടുത്തത് 600-കൾ ഡാഷ് 10-കൾ 5 1-കൾ. 600-കൾ എന്ന് പറഞ്ഞാൽ 600 ആയിട്ടുള്ളൂ അല്ലേ. 700 ആവണം. അതൊക്കെ 10 രൂപയായിട്ടാണ്. അപ്പോൾ എത്ര 10 രൂപ ഉണ്ടാവും? 80-ഉം 10 രൂപയായിട്ടാണ്. അപ്പോൾ 180 രൂപ 10 രൂപയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അയാൾക്ക്. ആ തത്തമ്മ ആലോചിച്ചത് അങ്ങനെയാണ്. അതായത് 18 10 രൂപകൾ വേണം. 18 പത്തുകൾ 5 1-കൾ. 600-കൾ 18 പത്തുകൾ 5 1-കൾ. ഇനി അപ്പുറത്തെ കോളത്തിൽ നോക്കൂ. ഡാഷ് 1-കൾ എല്ലാം 1 രൂപയാണെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 785 രൂപയ്ക്ക് 785 1-കൾ. അടുത്തത് 78 എത്രയും തന്നിട്ടില്ല, 5 എന്നും തന്നിട്ടുണ്ട്. 78 എന്തായിരിക്കും? 78 10. അപ്പോഴാണ് 780 ആവുക. 78 10 5 1. പിന്നെ 70 പത്തുകളുണ്ട്. 85 1-കൾ. 70 പത്തുകൾ 85 1-കൾ. 70 10 കൂടി എത്രയായി? 700 രൂപയായി. പിന്നെ 85-ന് 85 1-കൾ.
600 കൂട്ടണം. 600 കൂടെ എത്ര കൂട്ടിയാലാണ് 785 ആവുക? 600 കൂടെ ആദ്യം നമ്മളൊരു 100 കൂട്ടി നോക്കുക, 700 ആയി. പിന്നെ ഒരു 85 കൂടി കൂട്ടണം. അപ്പം 100ഉം 85ഉം 185 കൂട്ടണം. 600 കൂട്ടണം 185. ഇങ്ങനെ നമുക്കിതിനെ എഴുതാം. ഇനി കുഞ്ഞൻ മൂങ്ങയ്ക്ക് കിട്ടിയ 909 രൂപയെ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ എഴുതി നോക്കൂ. നോട്ട് ബുക്കിൽ എഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 909 അതിന് 800 കൂട്ടണം. 800 കൂട്ടണം എത്രയാണ്? 800 100ഉം 900 9ഉം 909. അതായത് 800 കൂട്ടണം 109. പിന്നെ 9 100 0 10 9 ഒന്നുകൾ. പിന്നെ 90 10ഉം 9 ഒന്നുകളും. പിന്നെ 8 100 10 10 9 ഒന്നുകൾ. അടുത്തത് 909 ഒന്നുകൾ. അടുത്തത് 900. പിന്നെ 9 ഉള്ളൂ അല്ലേ? അപ്പോൾ 900 കൂടെ പിന്നെന്താ കൂട്ടേണ്ടത്? 9 ഒന്നുകൾ. അതായത് 900 കൂട്ടണം 9. 9 അപ്പോൾ 909 ആയി. ഇതുപോലെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. ഇനി ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.